ചില നല്ല മനുഷ്യരുടെ പാരമ്പര്യവും പടച്ചതമ്പുരാൻ്റെ അനുഗ്രഹീതമായ ഗ്രന്ഥങ്ങളുടെ മേൽ അറിവുണ്ട് എന്ന് പറയുന്ന ഒരു ഗുണകരമായ സാഹചര്യവും ഉപയോഗപ്പെടുത്തി ഒരു സമുദായത്തെ തകർക്കുന്ന, നാണിപ്പിക്കുന്ന ഒരുപാട് നേതാക്കളാൽ ദുരന്തപൂർണ്ണമാക്കപ്പെട്ട ഒരു സമുദായവും സമൂഹവുമാണ് മുസ്ലിം സമുദായം. കാലത്തെ വായിച്ചെടുക്കാനാകാത്ത, സ്വന്തം സമൂഹത്തിൻ്റെ ആകെയും മുൻഗണനാക്രമം എന്താണെന്ന് അറിവിൻ്റെയോ അനുഭവത്തിൻ്റെയോ അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും 5 പേരോട് പോലും ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്ത, കാറ്റ് കയറാത്ത, അവരെ ആരെയും അവരുടെ രൂപവും ഭാവവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡിഗ്രിയും പേരിന് മുമ്പും പിമ്പും ചേർക്കപ്പെട്ട വലിയ പദവികളും അല്ലെങ്കിൽ പിതാവിൻ്റെ വലിയ ഉന്നതമായ ദർജയും വെച്ച് ഒന്നും പറഞ്ഞുകൂടെന്ന് സമൂഹത്തെ കൊണ്ട് വിശ്വസിപ്പിച്ചിരിക്കുന്ന കുറേ കുലംകുത്തികളായ ആളുകളാൽ എന്നും ആക്രമിക്കപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, മുസ്ലിം സംഘടനകളുടെ ദേശീയ തലത്തിലുള്ള ഏകോപന വേദിയായ അഖിലേന്ത്യാ മുസ്ലിം മജ്ലിസെ മുഷാവറയ്ക്ക് സമാന്തര കമ്മിറ്റി നിലവിൽ വന്നു. നവീദ് ഹാമിദ് പ്രസിഡന്റായ നിലവിലെ കമ്മിറ്റിക്ക് പുറമെ ഡൽഹി ന്യൂനപക്ഷ കമ്മീഷൻ മുൻ ചെയർമാൻ ഡോക്ടർ സഫറുള്ള ഇസ്ലാം ഖാൻ ചെയർമാനായിട്ടാണ് സമാന്തര കമ്മിറ്റി വന്നിരിക്കുന്നത്. അതിൽ നമ്മുടെ കേരളത്തിൽ ഈ സമുദായ ഐക്യത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയ, ഇപ്പം നമ്മൾ ചില കടകളിൽ ഈ സാധനങ്ങളുടെയൊക്കെ വില കൂടിയപ്പോൾ ഈ മുട്ട ബജിയൊക്കെ പൊരിക്കാൻ വേണ്ടി മുട്ടയെ 16 തീർന്നതുപോലെ മുസ്ലിം ലീഗിൽ നിന്ന് ഒരു കഷണമായി പിളർന്നു പോയി ഇപ്പോൾ 16 കഷണങ്ങളായി നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ, മൗലാന ജിനാൻ അസ്ഹർ, മൗലാന അതുർ റഹ്മാൻ കാസിമി എന്നിവരാണ് ഉപാധ്യക്ഷന്മാർ. സംയുക്ത മുസ്ലിം സംഘടനകളുടെ വേദിയിൽ അംഗങ്ങളായുള്ളവരടക്കം പിന്തുണയുള്ള നിയമാനുസൃതവും സർക്കാർ രജിസ്റ്റർ ചെയ്തതുമായ സംഘടനയാണെന്ന് സഫറുൽ ഇസ്ലാം പറഞ്ഞു. മജ്ലിസെ മുഷാവറയ്ക്ക് സമാന്തര കമ്മിറ്റി മഹസൂം മുറാദാബാദിയാണ് ജനറൽ സെക്രട്ടറി. സയ്യിദ് തഹസീൻ അഹമ്മദ് വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായി, ഡോക്ടർ ജാവേദ് അഹമ്മദ് സെക്രട്ടറിയായും ഒരു സംഘടന രൂപീകരിച്ചു. ഇതിപ്പോൾ ഇതിനെ തുടർന്ന് കേരളത്തിലും ഇതുപോലെ തന്നെ ബഹുമാനമാക്കപ്പെട്ടവരുടെ പേരിൽ പുതിയ ഒരു സംഗതി രൂപീകരിക്കും. അങ്ങനെ രൂപീകരിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ MESൻ്റെ ഫസൽ ഗഫൂർക്ക് ഒരിക്കൽ എന്നോട് പറഞ്ഞതുപോലെ, ഈ MES ഉണ്ടായ കാലത്ത് ഈ പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകൾ കഴിഞ്ഞ് 5ാമതോ 6ാമതോ ആണ് MESൻ്റെ സ്ഥാനമെങ്കിൽ ഇപ്പോൾ വർഷങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ആ സ്ഥാനം 16ാമതോ 12ാമതോ ആയി മാറി. എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് പിളർന്നതും പ്രമുഖരെന്ന് തോന്നിപ്പിക്കുന്നവരുമായ ഒരു കൂട്ടം സംഘടനകളുണ്ടായി എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഇനി ഇതിൻ്റെ എല്ലാ കമ്മിറ്റികളും സംസ്ഥാനത്ത് വരും, പിന്നെ താഴേക്ക് വരും. എല്ലാവരുടെയും പേരിന് മുന്നിൽ മൗലാനായും മൗദൂദിയും പിന്നെ അതുപോലെ തന്നെ വേറെന്താ ഉള്ളത്, കാസിമിയും എന്നൊക്കെ വേണ്ട എല്ലാ ഡിഗ്രികളും ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് പൊന്തി വരുന്നതിൻ്റെ കാരണം എന്തെന്നറിയോ? ഇപ്പോൾ ഒരു ചെറിയ നനവ് കിട്ടി, ഒരു പ്രകാശം വന്നു രാജ്യത്ത്. കഴിഞ്ഞ തവണയൊക്കെ ആയിരുന്നെങ്കിൽ ഇത്തരം സംഘടനയൊന്നും ഉണ്ടാക്കി ആരും രംഗത്ത് വരില്ല. കാരണം അങ്ങനെ വന്നാൽ പിടിച്ചെടുത്തുകൊണ്ട് പോയി ഇട്ടാൽ ആരും ചോദിക്കാനില്ല, അടുത്ത ഒരു തലമുറ പോലും ചിലപ്പോൾ രക്ഷപ്പെടില്ല, 10-25 കൊല്ലത്തേക്ക് ഇനി രക്ഷയില്ല എന്നൊക്കെ തോന്നിയിരുന്നു. ഇപ്പോൾ ഒരു പ്രതിപക്ഷവും മുന്നണിയും ഒക്കെ വന്നപ്പോൾ ഇനി അതിൻ്റെ കുറച്ച് മേലാളന്മാരായി പല സ്ഥലങ്ങളിലും പ്രസംഗിക്കാനും അതിനും ഇതിനുമൊക്കെ പോകാൻ വേണ്ടി ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നതാണ് മരണവും ജീവിതവും ഒക്കെ പടച്ചതമ്പുരാൻ്റെ കയ്യിലുള്ളതാണ്. എങ്കിൽ പോലും കുഴിയിലേക്ക് വടിയും കുത്തിയിരിക്കുന്ന ഈ ആളുകളെ സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ ഏതെങ്കിലും 2-3 കസേരയില്ലാതെ ജീവിക്കാൻ കഴിയാത്ത സ്ഥാപിത താല്പര്യക്കാരായ കുരുട്ടുബുദ്ധിക്കാരുണ്ടാവും. അവരാണ് ഈ അപ്പുപ്പന്മാരെ സ്വപ്നം കാണിച്ച് ഇതുണ്ടായാലുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞ് മറ്റവരുടെ കുറച്ച് കുറ്റങ്ങൾ പറഞ്ഞ്, അത് കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ വിഭജനത്തിലായാലും ഇതുപോലെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ സമസ്തയ്ക്കകത്ത് കുഴപ്പമുണ്ടാക്കുന്ന 2-3 പേരെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഇനി ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. അവർ 3-4 പേരാണ് ഈ താല്പര്യമില്ലാത്തവരുടെ മനസ്സിൽ പോലും ഈ മരിച്ചു കിടക്കുന്നവരെ ഇക്കളിട്ട് ഉണർത്തുക എന്നൊക്കെ പറയുന്നത് പോലെ ഉണർത്തി റെഡിയാക്കി നിർത്തിയിരിക്കുന്നത്. അതിന് നമ്മുടെ ഇദ്ദേഹം ഉണ്ടെന്നുള്ളത് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ. അദ്ദേഹത്തോടൊക്കെ പറയാനുള്ളത് ഒന്നുമല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഇതുണ്ടാക്കി ഇതിൻ്റെ ഗുണം കണ്ട് അനുഭവിച്ച് കഴിഞ്ഞതല്ലേ, നിങ്ങൾക്കൊക്കെ ഒരു നാണവും ലജ്ജയും അന്തസ്സും വേണ്ടേ? യഥാർത്ഥത്തിൽ ആ വാർത്ത കണ്ടപ്പോൾ ഈ പറഞ്ഞ യോഗം അടുത്തെവിടെങ്കിലും ഉണ്ടെങ്കിൽ ആരെയെങ്കിലും ചീമത്തെ എഴുതിക്കണമെന്നാണ് മനസ്സിൽ. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com.
Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. 4 നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക. നമ്മളെല്ലാവരും വീട്ടിൽ പാചകവാതകം അഥവാ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന ഭയവും നമ്മളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മളിൽ എത്ര പേർക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കൃത്യമായി ഫിറ്റ് ചെയ്യാനറിയാം? ഈ ചോദ്യം കേട്ട് ആരും നെറ്റ് ചുളിക്കേണ്ട. ഗ്യാസ് കൊണ്ടുവരുന്നത് മുതൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിന് വരെ അതിൻ്റേതായ രീതികളുണ്ട്. പലപ്പോഴും നമ്മളൊന്നും അതിൽ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ മണ്ടത്തരമാണ് വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പാചകവാതകത്തിന് നിറമോ മണമോ ഇല്ല എന്ന് നമുക്ക് എത്ര പേർക്കറിയാം? ലായനി രൂപത്തിലാണ് കുറ്റിയിൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത്. ഇതിന് മണമില്ല. പക്ഷേ ഗ്യാസ് ചോർന്നു കഴിഞ്ഞാൽ അറിയാനായി മണം നൽകിയിരിക്കുകയാണ്. വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ പോലും നമ്മളിൽ പലർക്കുമില്ല. ഗ്യാസ് നൽകുന്ന കമ്പനികളും ഇതിനെക്കുറിച്ച് അവബോധം നൽകാറില്ല. ആദ്യമായി വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അത് ചെരിച്ചിടാനോ ഉരുട്ടിക്കൊണ്ടുവരാനോ പാടില്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകി വരാനിടയുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ തെറ്റ് ആവർത്തിക്കുന്നവർ തന്നെയാണ്. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വീട്ടിൽ വായു സഞ്ചാരമുള്ളിടത്തേ വയ്ക്കാവൂ. അതായത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്താണ് അത് സൂക്ഷിക്കാൻ എന്ന് സാരം. അല്ലെങ്കിൽ ചൂട് മൂലം സിലിണ്ടറിനുള്ളിലെ മർദ്ദം കൂടുകയും അത് സ്ഫോടനത്തിന് ഇടയാവുകയും ചെയ്യും. ഒരിക്കലും സിലിണ്ടർ കുഴിയിലിറക്കി വയ്ക്കുകയോ അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യരുത്. ഗ്യാസ് സിലിണ്ടർ പുതിയവ ഫിറ്റ് ചെയ്യുമ്പോഴും പഴയത് മാറ്റുമ്പോഴും അടുക്കളയിലെ വാതിലുകളും ജനാലകളും തുറന്നിട്ട് വായു സഞ്ചാരമുള്ളതാക്കണം എന്നുള്ള നിയമം നമ്മളിൽ എത്ര പേർ പാലിക്കാറുണ്ട്? വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ഗ്യാസ് ട്യൂബ് മാറ്റിയിടണം എന്നുള്ള കാര്യവും നമ്മളിൽ എത്ര പേർക്കറിയാം? വീട്ടിൽ ഗ്യാസ് ലീക്കാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഉപയോഗത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഓഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുതുതായി ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും സ്വിച്ച് ഇടുകയും ചെയ്യരുത്. ശേഷം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അടച്ചിട്ടിട്ടുള്ള വെന്റിലേറ്ററുകൾ, വാതിലുകൾ എന്നിവ ഉടൻ തന്നെ തുറന്നിടണം. ഇനി ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ചാലോ? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ച് പുറത്തേക്ക് ശക്തിയായി കത്തിയാൽ അത് പൊട്ടിത്തെറിക്കില്ല എന്നുള്ളതാണ്. ലിക്വിഡ് പെട്രോളിയം പുറത്തു വന്ന് ഓക്സിജന്റെ സഹായത്തോടെയാണ് കത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചെറിയ തീ പടർന്നു കഴിഞ്ഞാൽ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ നനച്ച് കുറ്റിക്ക് മുകളിലേക്കിട്ടാൽ തീ അണഞ്ഞു കിട്ടും. ഇങ്ങനെ ചെയ്ത് സിലിണ്ടർ തണുപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒരിക്കലും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകരുത്. ഉയർത്തി മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാവൂ. ഗ്യാസ് അടുപ്പുകൾ പുറത്തു വയ്ക്കുകയും അവിടെ നിന്ന് പൈപ്പ് വഴി കണക്ഷൻ അടുപ്പിലേക്ക് നൽകുകയും ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായ മുൻകരുതൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ തന്നെ പുറത്തുപോയി റെഗുലേറ്റർ ഓഫ് ചെയ്താൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും ഒരു കുഞ്ഞു ഷെയറും ഒരു കുഞ്ഞു കമൻറ്റും തരണമെന്ന് കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.